നമസ്കാരം. നമ്മൾ 8086-ൻ്റെ ആർക്കിടെക്ചർ എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കിടെക്ചറിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമായി നമ്മൾ പറഞ്ഞത് എക്സിക്യൂഷൻ യൂണിറ്റിലുള്ള രജിസ്റ്ററുകളെക്കുറിച്ചാണ്. അത് പൂർത്തീകരിച്ചിരുന്നില്ല. അതിൽ അടുത്തതായി വരുന്നത് സ്റ്റാക്ക് പോയിൻ്ററും ബേസ് പോയിൻ്ററുമാണ്. അത് രണ്ടും ഉപയോഗിക്കുന്നത് സ്റ്റാക്ക് സെഗ്മെൻറ്റിൽ നിന്നും ഡേറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് രണ്ടും അവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റാക്ക് സെഗ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെഗ്മെൻറ്റ് രജിസ്റ്ററുകളെക്കുറിച്ച്. അതിൽ സ്റ്റാക്ക് സെഗ്മെൻ്റ് ഉണ്ട്, ഡാറ്റ സെഗ്മെൻ്റ് ഉണ്ട്, എക്സ്ട്രാ സെഗ്മെൻ്റ് ഉണ്ട്, കോഡ് സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റിൽ നിന്നാണ് ഈ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഇൻസ്ട്രക്ഷനുകളാണ് പോപ്പും പുഷും. പുഷ് ഉപയോഗിക്കുന്നത് സ്റ്റാക്കിലേക്ക് ഡേറ്റയെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. പോപ്പ് ഉപയോഗിക്കുന്നത് അവിടെ നിന്നും അതിനെ തിരിച്ച് എടുക്കാൻ വേണ്ടിയാണ് പോപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ CFOയിൽ ഇതിന് പുഷ് ഓപ്പറേഷനെക്കുറിച്ചും പോപ്പ് ഇൻസ്ട്രക്ഷനെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ സ്റ്റാക്ക് പോയിൻ്ററിനത് ഈ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും ഉപയോഗിച്ചാണ് നമ്മൾ എക്സിക്യൂഷൻസ് നടത്തുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ ഈസ് യൂസ്ഡ് ആസ് ആൻ ഓഫ്സെറ്റ്. അതൊരു ഓഫ്സെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. 8086-ൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 20 ബിറ്റാണ്. ആ ഫിസിക്കൽ അഡ്രസ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഓഫ്സെറ്റ് അഡ്രസ്സും ഓഫ്സെറ്റും അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റും ചേർന്നിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫ്സെറ്റിലുള്ള അഡ്രസ്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് 4 തവണ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റുമായിട്ട് അതിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 20 ബിറ്റ് അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ അഡ്രസ്സ് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ കേസിൽ ആ ഫിസിക്കൽ അഡ്രസ്സ് ഉപയോഗിക്കുന്ന സെഗ്മെൻറ്റ് അത് സ്റ്റാക്ക് സെഗ്മെൻറ്റാണ്. മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞാണ് പുഷും പോപ്പും. ഓക്കെ. അടുത്തത് അഡ്രസ്സിംഗ് മോഡ്സ്. BP കണ്ടെയ്ൻസ് ആൻ ഓഫ്സെറ്റ് അഡ്രസ് ഇൻ ദ കറണ്ട് SS. അതായത് BP എന്ന് പറഞ്ഞ ബേസ് പോയിൻ്ററാണ്. ആ ബേസ് പോയിൻ്ററിൻ്റെ അതിൻ്റെ അകത്തൊരു ഓഫ്സെറ്റ് അഡ്രസ്സാണുള്ളത്. അത് ആ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ആ സെഗ്മെൻറ്റ് അഡ്രസ്സുമായിട്ടാണ് ചേർന്നിട്ടാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻസ് യൂട്ടിലൈസിങ് ദ ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ആ മോഡിനെയാണ് ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ്. ഓഫ്സെറ്റ് അഡ്രസ്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് 4 തവണ ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സെഗ്മെൻറ്റ് അഡ്രസ്സുമായിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടുത്തെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ബേസ് പോയിൻ്ററാണ്. ആഡ് ചെയ്യുന്നത് സ്റ്റാക്ക് സെഗ്മെൻ്റാണ്. അപ്പോൾ അത് രണ്ടും പരസ്പരം ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സ്. ആ ഫിസിക്കൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ബേസ് പോയിൻ്റർ ഓഫ്സെറ്റായിട്ട് ഉപയോഗിച്ച് നമ്മൾ അഡ്രസ്സിങ് നടത്തുന്നതിനെയാണ് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ യൂണിറ്റിലുള്ള വേറെ രണ്ട് രജിസ്റ്ററുകളാണ് സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും. രണ്ടും രജിസ്റ്ററാണ്, 16 ബിറ്റ് രജിസ്റ്ററാണ്. ഇത് ഉപയോഗിക്കുന്നത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്ങിലാണ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇങ്ങനെ രണ്ട് രജിസ്റ്ററുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. എക്സിക്യൂഷൻ യൂണിറ്റിലെ മറ്റൊരു രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ. ഇതും 16 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ഫ്ലാഗുകളാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 0 ബിറ്റിൽ വരുന്നത് ക്യാരി ഫ്ലാഗാണ്. അതായത് ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ, അതായത് ഒരു അഡീഷൻ അല്ലെങ്കിൽ ഒരു സബ്ട്രാക്ഷൻ അത് നടക്കുമ്പോൾ എന്താ സംഭവിക്കും? അവിടെ ഒരു ക്യാരി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബോറോ ഉണ്ടാകാം. അഡീഷൻ ആണെങ്കിൽ അവിടെ ക്യാരി ഉണ്ടാകാം, സബ്ട്രാക്ഷൻ ആണെങ്കിൽ അവിടെ ബോറോ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ അവിടെ ക്യാരിയോ അല്ലെങ്കിൽ ബോറോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റാകും. സെറ്റാകുക എന്ന് പറഞ്ഞാൽ അവിടെ 1 വരും, അല്ലെങ്കിൽ റീസെറ്റ് ആയിരിക്കും. അതായത് അവിടെ 0 ആയിരിക്കും. അപ്പോൾ ക്യാരിയോ ബോറോയോ ഉണ്ടെങ്കിൽ, അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടക്കുമ്പോൾ ക്യാരിയോ ബോറോയോ ഉണ്ട് എങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആയിരിക്കും. അല്ലാത്തപ്പോൾ അത് 0 ആയിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബിറ്റിൽ വരുന്നത് പാരിറ്റി ഫ്ലാഗാണ്. പാരിറ്റി ഫ്ലാഗ് അത് നമ്പർ ഓഫ് വൺസ്, എത്ര 1 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ടോട്ടൽ 1 കൗണ്ട് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ, ഇപ്പം 4 1 ഉണ്ട്. ഒരു ബിറ്റ് ഒരു ഓപ്പറേഷൻ നടന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഡേറ്റ. അപ്പോൾ ആ ഡേറ്റയിൽ എന്താണ്, ബൈനറി ഡേറ്റ ആയിരിക്കുമല്ലോ. അവിടെ 1ഉം 0ഉം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ എത്ര 1 ഉണ്ട്, ആ ടോട്ടൽ നമ്പർ ഓഫ് 1
അത് ഈവൻ നമ്പർ ആണെങ്കിൽ, അതിപ്പോൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ 2 അല്ലെങ്കിൽ 4 അങ്ങനെ എന്തെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റാകും. അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആകുമ്പോൾ, നമ്പർ ഓഫ് വൺസ് ഒരു ഓഡ് നമ്പർ ആവുകയാണെങ്കിൽ അത് പാരിറ്റി ഫ്ലാഗ് 0 ആയിട്ട് സെറ്റാകുന്നു. ഓക്കെ, അപ്പോൾ ഇത് പാരിറ്റി ഫ്ലാഗ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ ഒരു ഡാറ്റ, ആ ഡാറ്റയിൽ 3 1 ആണുള്ളത്. അപ്പോൾ അത് ഈവൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ ഓടാണല്ലോ. ഓടാകുമ്പോൾ എന്താ, അവിടെ 0 ആണ് വരിക. അപ്പോൾ അതിനുശേഷം ആ ഡേറ്റയിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും വേറൊരു കാരണം ആ ഡേറ്റയിൽ മാറ്റം ഉണ്ടായി, ആ 3 എന്നുള്ളത് 4 ആയി, ഒരു 0 1 ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ വൺസ് എന്ന് പറയുന്നത് 4 1 ആയി. 4 1 ആകുമ്പോൾ അത് ഈവൻ ആകുമ്പോൾ പാരിറ്റി ഫ്ലാഗ് ചേഞ്ച് ആകും. പാരിറ്റി ഫ്ലാഗിൽ 1 എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്കെന്ന് പറഞ്ഞാൽ പ്രൊസസ്സറിന് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്, പാരിറ്റി ഫ്ലാഗ് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതോ ഒരു ബിറ്റ് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഓക്സിലറി ക്യാരി. അത് ക്യാരി പോലെ തന്നെയാണ്, പക്ഷേ അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ലോവസ്റ്റ് നിബിളിൽ ക്യാരി വരുമ്പോഴാണ്. നിബിൾ എന്നാൽ 4 ബിറ്റാണ്, 4 ബിറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിറ്റ് 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ് 3 എന്ന് പറയുമ്പോൾ 0 മുതലാണ് കൗണ്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബിറ്റ് 3 എന്ന് പറയുന്നത്. 0 1 2 3. അപ്പോൾ 3 എന്ന് പറയുന്നത് 4ാമത്തെ ബിറ്റാണ്. ഇപ്പോൾ 3 വരുമ്പോൾ 4 ബിറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ലോവസ്റ്റ് നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയുടെ ഒരു 8 ബിറ്റ് ഡേറ്റ എടുക്കുകയാണെങ്കിൽ ആ 8 ബിറ്റ് ഡേറ്റയുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 4 ബിറ്റുകളാണ് ലോവസ്റ്റ് നിബിൾ. അപ്പോൾ ആ ലോവസ്റ്റ് നിബിളിൽ ഒരു അഡീഷൻ ഓപ്പറേഷൻ നടന്നപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ടിനെ നമ്മളൊരു രജിസ്റ്ററിൽ സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ ആ അഡീഷൻ കാരണം 4ാമത്തെ ബിറ്റിൽ നിന്ന് ഒരു ക്യാരി ഉണ്ടാകുമ്പോഴാണ് ഓക്സിലറി ക്യാരി അവിടെ സെറ്റാകും. അല്ലെങ്കിൽ ഓക്സിലറി ക്യാരി 0 ആയിരിക്കും. ക്യാരിയോ അല്ലെങ്കിൽ ബോറോയോ വരണം. ഓർക്കുക, ബിറ്റ് 3 എന്ന് പറയുന്നത് 4ാമത്തെ ബിറ്റ് തന്നെയാണ്. അത് 0 മുതലാണ് കൗണ്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബിറ്റ് 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 6ാമത്തെ ബിറ്റിൽ 0 ഫ്ലാഗാണ്. അത് ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 0 ആണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാഗ് അവിടെ സെറ്റ് ചെയ്യും, അല്ലാത്തപ്പോൾ അവിടെ 0 ആയിരിക്കും വാല്യൂ. അത് കഴിഞ്ഞ് 7ാമത് വരുന്നത് സൈൻ ഫ്ലാഗാണ്. അവിടെ സൈൻ, അതായത് ഒരു നമ്പർ, ആ നമ്പറിന് ഒരു സൈൻ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒന്നുകിൽ ഒരു പോസിറ്റീവ് സൈൻ, ഒരു നെഗറ്റീവ് സൈൻ. അപ്പോൾ അത് നെഗറ്റീവ് സൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ കിട്ടിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇത് സെറ്റാകും. അല്ലാത്തപ്പോൾ പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ അവിടെ 0 ആയിരിക്കും വാല്യൂ. അത് കഴിഞ്ഞ് 8ാമത് വരുന്നത് ടാപ്പ് ഫ്ലാഗാണ്. ടാപ്പ് ഫ്ലാഗ് പ്രധാനമായിട്ടും ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് സെറ്റായി കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ മോഡിലേക്ക് പ്രൊസസ്സർ മാറുകയാണ്. അതിൻ്റെ അർത്ഥം ഓരോ സ്റ്റെപ്പും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഇൻറ്റേർണൽ ഇൻ്ററപ്റ്റിനെ അത് ജനറേറ്റ് ചെയ്യും. അത് പ്രധാനമായിട്ടും ടെസ്റ്റിന് വേണ്ടി ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യും. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഉടനെ തന്നെ അത് ഒരു ഇൻറ്റേർണൽ ഇൻ്ററപ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേര് ടാപ്പ് ഫ്ലാഗ് എന്നാണ്. അതിനുശേഷം ഇൻ്ററപ്റ്റ് ഫ്ലാഗാണ്. അപ്പോൾ ഇൻ്ററപ്റ്റ്, അതായത് ഒരു ഇൻ്ററപ്റ്റ് 8086 ഒരു ഇൻ്ററപ്റ്റ് വന്നു, അതിനെ റെക്കഗ്നൈസ് ചെയ്തു, അതിനെ 8086 തിരിച്ചറിഞ്ഞു എങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യും. അങ്ങനെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്തു എങ്കിൽ അവിടെ 0 ആയിരിക്കും വാല്യൂ വരിക. അതിനുശേഷം വരുന്നത് ഡയറക്ഷൻ ഫ്ലാഗാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രിംഗ് മാനിപ്പുലേഷൻ. ഇത് സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇഫ് ദിസ് ഫ്ലാഗ് ബിറ്റ് ഈസ് 0, ദ സ്ട്രിംഗ് ഈസ് പ്രോസസ്ഡ് ബിഗിനിങ് ഫ്രം ദ ലോവസ്റ്റ് അഡ്രസ്. അതായത് ഇവിടുത്തെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് അഡ്രസ്സ് മുതൽ ഹയസ്റ്റ് അഡ്രസ്സിലോട്ടായിരിക്കും നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് മോഡിലേക്ക് കടക്കുകയാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂയിൽ നിന്ന് സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്ത് ഹയസ്റ്റ് അഡ്രസ്സ് വരെ എത്തുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഓട്ടോ ഇൻക്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ 0 ആയിരിക്കണം. ഡയറക്ഷൻ ഫ്ലാഗിൽ 0 ആയിരിക്കണം. ഇനി ഡയറക്ഷൻ ഫ്ലാഗിൽ 1 ആണ് വരുന്നതെങ്കിൽ
1 ആണ് വരുന്നതെങ്കിൽ ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോവുകയാണ്. ഹയർ അഡ്രസ്സിൽ നിന്നും സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്ത് ലോവറിലേക്ക് പോവുകയാണ്. അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ്, ഇവിടെ ഇൻക്രിമെൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത്, അത് മിസ്റ്റേക്കാണ്. ഓട്ടോ ഡിക്രിമെൻ്റ് ആണ്. ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോകുമ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്യല്ലേ, അപ്പോൾ അതിനെ ഓട്ടോ ഡിക്രിമെൻറ്റിംഗ് മോഡെന്നാണ് അതിനെ പറയുന്നത്. അതിനുശേഷം ഓവർഫ്ലോ ഫ്ലാഗ് ആണ്. ആ പേരിൽ പറയുന്നത് പോലെ തന്നെ അത് ഒരു ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ഇത് സെറ്റാകും. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടന്നു, ഒരു മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് നടന്നു, നമ്മൾ അതിൻ്റെ റിസൾട്ടിനെ നമ്മളൊരു രജിസ്റ്ററിലേക്ക് കൊടുക്കുകയാണ്. അത് ഒന്നുകിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് അവിടുന്ന് ഓവർഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയപ്പോൾ 8 ബിറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, 8 ബിറ്റ് രജിസ്റ്ററിലേക്കാണ് ഇതിനെ സേവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 8 ബിറ്റിലും മുകളിൽ വരുന്ന ഒരു നമ്പറാണെങ്കിൽ അതിനെയാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ ഓവർഫ്ലോ ഫ്ലാഗ് അവിടെ സെറ്റാകും. ഇപ്പോൾ 8 ബിറ്റിൻ്റെ കേസിൽ മാത്രമല്ല 16 ബിറ്റിലും ഇത് ബാധകമാണ്. 16 ബിറ്റിലും ഇങ്ങനെ അതിൻ്റെ വാല്യൂ 16 ബിറ്റിനേക്കാൾ ഉയർന്നൊരു വാല്യൂ ആണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്, ആ രജിസ്റ്ററിൽ സേവ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഓവർഫ്ലോ സംഭവിക്കുന്നു. അങ്ങനെ ഓവർഫ്ലോ സംഭവിക്കുമ്പോൾ ഈ ഫ്ലാഗ് രജിസ്റ്ററിലെ ഓവർഫ്ലോ ഫ്ലാഗിൽ 11ാമത്തെ ബിറ്റിൽ അത് സെറ്റാകും. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സഹായത്താൽ പ്രൊസസ്സറിന് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിന് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് തന്നെ അതിനെ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർക്കിടെക്ചറിൽ പഠിക്കാനുള്ളത്. പിന്നെ അത് കൂടാതെ ഞാൻ 1-2 ടേബിൾ കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഓർത്തിരിക്കാൻ സഹായകരമായിരിക്കും. ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 16 ബിറ്റ് ഇതൊക്കെയാണ്, 8 ബിറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളതൊരു ടേബിളായിട്ട് വരച്ചിടുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പോയിൻ്റ് രജിസ്റ്റർ 16 ബിറ്റാണ്, അത് SPയും BPയും ആണ്. പിന്നെ ഇൻഡെക്സ് രജിസ്റ്റർ 16 ബിറ്റ്, അത് SIDI. അങ്ങനെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഫ്ലാഗ് 16 രജിസ്റ്ററാണ്. അതാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് പഠിച്ചത്. പിന്നെ ഓരോന്നിൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്, AXൻ്റെ അത് സ്പെഷ്യൽ ഫങ്ഷൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ALൻ്റേത് അത് 8 ബിറ്റിലുള്ള സ്റ്റോർസ് 8 ബിറ്റ് റിസൾട്ട്സ് ഓഫ് അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ. രണ്ടും ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ BX യൂസ്ഡ് ടു ഹോൾഡ് ബേസ് വാല്യൂ ഇൻ ബേസ് അഡ്രസ്സിംഗ് മോഡ്. ബേസ് അഡ്രസ്സിംഗ് മോഡൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ബേസ് വാല്യൂവിനെ ആണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ കൗണ്ട് രജിസ്റ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഷിഫ്റ്റ്, റൊട്ടേറ്റ് ആൻഡ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് ഇങ്ങനൊരു ടേബിൾ നിങ്ങൾ വരച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്കത് സഹായമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് ഈ ടേബിൾ വരച്ചിടാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.